ശ്രീ ജയചന്ദ്രൻ, താങ്കൾ കേട്ട് കാണുമല്ലോ, ഈ സർക്കാർ എന്നത് ഈ ഭരണ തുടർച്ച എന്നതിൻ്റെ ഭാഗമാണ്. നമുക്കെല്ലാവർക്കും അറിയാം. നമ്മുടെ സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം കാലങ്ങളായി ഇടതു വലതു പക്ഷങ്ങളാണ് മാറി മാറി ഭരിക്കുന്നത്. ഈ സാമ്പത്തിക മാന്ദ്യം അല്ലെങ്കിൽ സാമ്പത്തിക ബാധ്യത എന്നതെല്ലാം പല കാലഘട്ടങ്ങളിലൂടെ നമ്മൾ കടന്നു പോയിട്ടുമുണ്ട്. മാന്ദ്യകാലം അല്ലാതിരുന്നപ്പോഴും സാമ്പത്തിക ബാധ്യത ഒരു വെല്ലുവിളിയായി നിലനിന്നിരുന്നു. അതിപ്പോൾ ഉയർന്നു വരുന്ന സാഹചര്യവുമാണ് ഉള്ളത്. പക്ഷേ മന്ത്രി പറയുന്നത് ഈ പ്രതിസന്ധി എല്ലാം ഉണ്ടെങ്കിലും ക്ഷേമ പദ്ധതികൾക്ക് മുടക്കമുണ്ടാകുന്നില്ല, ക്ഷേമ പെൻഷനുകൾ കൃത്യമായി ലഭിക്കുന്നു, നിർമ്മാണ മേഖല പുരോഗതിയോടുകൂടി മുന്നോട്ടു പോകുന്നു. സാധാരണക്കാരായ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇതല്ലേ ഏറ്റവും പ്രധാനപ്പെട്ടത്? അവിടെ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും വീഴ്ച സംഭവിക്കുന്നതായി നമുക്ക് വിലയിരുത്താൻ സാധിക്കുമോ? അഭിലാഷേ, ഇത് 2023 പറയാൻ തുടങ്ങിയതല്ല. മാന്ദ്യത്തിൻ്റെത് മാത്രമാണോ വിഷയം? കേരളത്തിലെ വർഷങ്ങളായി ഭരണം മാറുമ്പോൾ ഇടതുമുന്നണി ഗവൺമെന്റ് പ്രത്യേകിച്ച് പറഞ്ഞുകൊണ്ടിരുന്നു. തോമസ് ഐസക് അധികാരം ഏറ്റെടുത്തപ്പോൾ തന്നെ പറഞ്ഞു, കേരളത്തിന്റെ ഖജനാവിൽ പൂച്ച പെറ്റു കിടക്കുന്നു, വഞ്ചിന്റെ പൈസ ഇല്ല. അതിനിങ്ങോട്ട് ഈ കഴിഞ്ഞ 6.5 വർഷം, അതിന് മുമ്പുള്ള കഥകളിലേക്ക് ഞാൻ കടക്കുന്നില്ല. ഈ 6.5 വർഷക്കാലത്തിനിടയ്ക്ക് ഇത്തരത്തിലുള്ള ഒരു സംസ്ഥാന ബജറ്റ് മറികടക്കാൻ, സംസ്ഥാനത്തിന്റെ പദ്ധതി വീതം വർദ്ധിപ്പിക്കാൻ, വരുമാനം കൂട്ടാൻ, ദുർച്ചെലവുകൾ അവസാനിപ്പിക്കാൻ, ജനങ്ങൾക്ക് മൊത്തമായ ഒരു വികസനത്തിന്റെ മാതൃക നൽകാൻ ഈ ഗവൺമെന്റിന്റെ ഭാഗത്ത് എന്ത് നടപടിയാണ് സ്വീകരിച്ചത്? സാധാരണക്കാരന്റെ ക്ഷേമ പെൻഷന്റെ പദ്ധതികൾ പറഞ്ഞ ആളുകളെ കണ്ണിൽ പൊടിയിരുന്നവർ നടത്തുന്ന ധൂർത്ത് കേരളത്തിൽ അല്പം ഒന്ന് നിയന്ത്രിച്ചിരുന്നെങ്കിൽ എത്ര കോടി രൂപ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുമായിരുന്നു. ഇപ്പൊ നോക്കൂ, കേരളത്തിലെ ഒരു മന്ത്രിക്ക് ഇന്ത്യ രാജ്യത്തുള്ള സർവകാല റെക്കോർഡാണ് അവരുടെ പേഴ്സണൽ സ്റ്റാഫ്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം 20 മന്ത്രിമാർക്ക് 2.5 കൊല്ലത്തേക്ക് 480 പേഴ്സണൽ സ്റ്റാഫാണുള്ളത്. അവർക്കൊരു അണ്ടർ സെക്രട്ടറിയുടെ ശമ്പളമാണ് അവർക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. കുക്കിന് പോലും കേരളത്തിലെ ഖജനാവിന് താങ്ങാൻ കഴിയാത്ത അത്രയും ഭീമമായ തുക കൊടുക്കേണ്ടി വരുന്നു. അവർക്ക് 2.5 കൊല്ലം കഴിഞ്ഞാൽ അവരെ മാറ്റി പുതിയ ടീമിനെ വെക്കുന്നു. അവർക്ക് ശമ്പളവും പെൻഷനും കൊടുക്കേണ്ടി വരുന്നു. 114 ഡിപ്പാർട്ട്മെന്റുകളുണ്ട് കേരളത്തിൽ. ഇതൊക്കെ ആവശ്യമുണ്ടോ? ഇവർക്കുള്ള തസ്തിക, കാറ്, ഓഫീസ്, വൈദ്യുതി, ചെലവ്, ഡ്രൈവർ. 21 PSC മെമ്പർമാരുണ്ട് കേരളത്തില്. UPSCക്ക് 10 ആണുള്ളത്. മധ്യപ്രദേശിൽ 3 UPSC മെമ്പർമാരാണുള്ളത്. മുന്നോക്കം, പിന്നോക്കം, യുവജനക്ഷേമ കോർപ്പറേഷനുകൾക്ക് വേണ്ടിയിട്ട് എത്ര കോടി രൂപയാണ് പ്രതിമാസം തുലയ്ക്കുന്നത്? ഏറ്റവും അവസാനം ഇതാ കേരളം പട്ടിണി കിടക്കുന്നു പറയുമ്പോൾ ക്യാബിനറ്റ് റാങ്കിൽ ഒരാളെ ഡൽഹിയിൽ നിശ്ചയിച്ചിരിക്കുന്നു. ഖജനാവിൽ നിന്നിരുന്ന ചോർച്ചയോടൊപ്പം ഇത് തടയാതെ കേരളത്തെ എങ്ങനെ മുന്നോട്ട് പോകാൻ സാധിക്കും? ധൂർത്തും അക്ഷരാർത്ഥത്തിലുള്ള പീഡിപ്പെടുത്തുന്ന, ഭീതിപ്പെടുത്തുന്ന കൊള്ളയും ഇനി കേരളം എങ്ങോട്ടാണ് വർദ്ധിപ്പിക്കാനുള്ളത്? നോക്കൂ, ഭാരതം എടുത്താൽ ഏറ്റവും വലിയ കൊള്ള ചെയ്യുന്ന സംസ്ഥാനമാണെന്ന് ഞാൻ പറയുമ്പോൾ എനിക്ക് കുറ്റബോധമുണ്ട്. നോക്കൂ, തമിഴ്നാട്ടില് 280 യൂണിറ്റ് വൈദ്യുതിക്ക് 405 രൂപയുള്ളപ്പോൾ കേരളത്തിൽ അത് 1142 ഏറ്റവും കൂടിയ ഭൂനികുതി ഈടാക്കുന്ന സംസ്ഥാനം കേരളമാണ്. എന്താണ് കേരളത്തിന്റെ അസുഖം? ആ അസുഖം പറഞ്ഞ് ചികിത്സിക്കാൻ ധനമന്ത്രി തയ്യാറാകുമോ? അദ്ദേഹത്തിന്റെ കഴിഞ്ഞ ബജറ്റ് പ്രകാരം 1,34,000 കോടി രൂപയാണ് കേരളത്തിലെ 2022-23 വർഷത്തിലെ ചെലവ്, വരുമാനം. എക്സ്പെൻഡിച്ചർ 1.74 ലക്ഷം കോടിയാണ്. കേരളത്തിലെ ഇദ്ദേഹം തന്നെ ആഴ്ച മുമ്പ് പറഞ്ഞ ഒരു കണക്കിൽ പറയുന്നത്, കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ മുമ്പോട്ട് വെക്കുന്ന യാഥാർത്ഥ്യമുണ്ട്. GST വരുമാനം കുറയുന്നു, അത് പിരിച്ചെടുക്കുന്നതിൽ അലംഭാവം കാണിക്കുന്നു. വിൽപ്പന നികുതി പിരിച്ചെടുക്കുന്നതിൽ സംസ്ഥാന ഗവൺമെന്റ് കുറ്റകരമായ അനാസ്ഥ കാണിക്കുന്നു. നികുതിയേതര വരുമാനം ഉണ്ടാക്കുന്ന കാര്യത്തിൽ ഗവൺമെന്റ് അപകടകരമായ അവസ്ഥ നിൽക്കുന്നു. വിതരണം ചെയ്ത മുൻ വായ്പകൾ അത് തിരിച്ചെടുക്കുന്നതിനോ അതിന് പലിശ പിരിക്കുന്നതിനോ സംസ്ഥാനം ലക്ഷ്യമിടുന്നതിനേക്കാൾ എത്രയോ താഴെയാണ്. അവർ ഒരു കണക്ക് കൂടി പറഞ്ഞു, 42,636 കോടി രൂപയാണ് ബാലഗോപാലന്റെ കഴിഞ്ഞ ബജറ്റിൽ പ്രതീക്ഷിച്ചിരുന്ന GST വരുമാനം. എന്തേ അഭിലാഷ, ഇന്ത്യ രാജ്യം മുഴുവൻ GSTയുടെ വരുമാനം വർദ്ധിക്കുമ്പോൾ കേരളത്തിൽ മാത്രമായിട്ട് എന്തുകൊണ്ടാണ് കുറയുന്നത്? കേരളത്തിന്റെ ധൂർത്തല്ലേ ഇതിന്റെ കൃത്യമായ കാരണം. സംസ്ഥാനത്തിന്റെ വരവറിഞ്ഞ് ഞാൻ വീണ്ടും പറയും, ഈ സംസ്ഥാനത്ത് ഈ ധൂർത്തിനിടയിൽ അവർക്ക് ആവശ്യമുള്ളവരുടെ ഒക്കെ
പണം കമ്പനികളുടെ ഒക്കെ തുക തിരിച്ചെടുക്കുന്നതിൽ Right. യാതൊരു അലംഭാവവും അവർ കാണിച്ചിട്ടില്ലല്ലോ. ആ. നോക്കൂ, റബ്കോയുടെ അവരുടെ ചില സൊസൈറ്റികളുടെ കേരള ബാങ്ക് തുടങ്ങുന്നതിന് വേണ്ടി ഈ പാപ്പരായ കേരളം ചെയ്യുന്നു. Right. ഉത്തരം വളരെ ലളിതമാണ് അഭിലാഷേ. ആ. ഈ ഗവൺമെന്റ് പാവപ്പെട്ടവന് നക്കാപ്പിച്ച കൊടുത്ത് അതിന്റെ മറവിൽ പാർട്ടി നേതാക്കന്മാർക്കും ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും വേണ്ടപ്പെട്ടവർക്കും സത്യത്തിൽ കേരളത്തിലെ ജനങ്ങളെ കൊള്ളയടിക്കുന്ന അവസാനിപ്പിച്ചാൽ തന്നെ ഒരു പരിധിവരെ കേരളം രക്ഷപ്പെടും. അതോടൊപ്പം ആ. ഞാൻ താങ്കളിലേക്ക് വരാം. എന്തായാലും ഈ കേരളത്തിന്റെ ഈ അവസ്ഥയ്ക്ക് കേന്ദ്രവും കുറ്റക്കാരാണ് എന്ന് ധനമന്ത്രി പറയുന്നുണ്ട്. ഞാൻ ആ പ്രതികരണം നമുക്ക് ചർച്ചയുടെ അടുത്ത ഘട്ടത്തിൽ കേൾപ്പിക്കാം.